ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മഹാന് എവിടെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടതായിട്ട് വല്ല ഓർമ്മയോ വരുന്നുണ്ടോ? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് ആഴത്തിലിറങ്ങി ഒന്ന് ചിന്തിച്ച് എവിടെങ്കിലും വെച്ച് കണ്ടതായിട്ട്. ഇനി അഥവാ പരിചയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. മാരിയോ ജോസഫ്, അതായത് പണ്ട് ഇവൻ ഒരു ഇസ്ലാമായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച്, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റിയ മേഖല ഏതാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയതാണ് ക്രൈസ്തവ മതത്തിലേക്ക്. എന്നിട്ട് അവിടുന്ന് ഒരു ക്രൈസ്തവ സഹോദരിയെ ഇവൻ വിവാഹവും ചെയ്ത് പിന്നെ അത്യാവശ്യം സുവിശേഷമൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളിലൊക്കെ കറങ്ങി ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് അതിനകത്തേക്ക് ഒരുപാട് പണമൊക്കെ അങ്ങോട്ട് വന്ന് വീഴാൻ തുടങ്ങി. 2 പെമ്മക്കളാണുള്ളത്. ഇവൻ്റെ വീഡിയോകളൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ ഈ ക്രൈസ്തവ മതത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാസ വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ വേണമല്ലോ. അപ്പോൾ അത് പിന്തുണ കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നാലൊന്നും കാസ വിഭാഗവും സംഘികളൊന്നും പിന്തുണ കൊടുക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഒക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇവൻ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് അങ്ങോട്ട് കീറി മുറിച്ച് അങ്ങോട്ട് കുറെ വാർത്തകൾ അങ്ങോട്ട് സൃഷ്ടിച്ചായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ഥലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന് നിങ്ങൾ സ്ഥലം കൊടുക്കരുത്. അഥവാ നിങ്ങളൊരു മുസ്ലിമിന് സ്ഥലം കൊടുത്താൽ അവിടെ അവർ വന്ന് താമസിക്കും, പിന്നെ അവിടെ അവരുടെ ബന്ധുക്കാരെ കൊണ്ടുവരും, അവരങ്ങനെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഒരു മസ്ജിദ് പണിയും. ആ മസ്ജിദ് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രശ്നമാവും, പിന്നെ അത് മൊത്തത്തിൽ അവരുടെ കയ്യിലങ്ങാകും. അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഒരു പരമനാറിയാണ് ഈ പറയുന്ന മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഈ തെണ്ടി. ഇവനിപ്പം സ്വന്തം പെണ്ണുമ്പിളയുടെ തലയടിച്ച് പൊട്ടിച്ചെന്നുള്ളൊരു വാർത്ത വന്നപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി. കാരണം നാഴികയ്ക്ക് 40 വട്ടം ക്രൈസ്തവ മത വിഭാഗങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് സുവിശേഷം പറയുകയും കുടുംബത്തിന്റെ ഭദ്രതയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആഴത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഇവൻ തന്നെ ഈ പ്രവൃത്തി ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ചിരി വരുന്നത് കേട്ടോ. അൻസാരി സുഹേരി ഉസ്താദ് നല്ല കണക്കിന് വൃത്തിക്ക് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഫ്രോഡുകളാണെന്നേ. കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ജനിച്ചിട്ട് മറ്റൊരു മതത്തിലേക്ക് പോയി ഇത്തരം പ്രവർത്തികളിലൂടെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, അവൻ ആ സമുദായത്തെ വിറ്റ് ജീവിക്കാനും ആ സമുദായത്തെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കി നാട് നീളെ ഞെരങ്ങി എല്ലാ തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ പാവം സ്ത്രീയുടെ തലമണ്ട അടിച്ച് പൊളിച്ചെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവരുടെ ഫേസ്ബുക്കിലൊക്കെ അവർ ആ ഒരു ഫോട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ്. നിങ്ങൾ എന്തുവാണ് മനുഷ്യ ഇത്? എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ. മതി. ഏതായാലും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ കോപിപ്പിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും ഡ്രൈവർ സീറ്റ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്ത് ഈ കോപം ഉണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ദൈവവചനം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് രമ്യതപ്പെടുക. അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയുക, ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിലും സോറി പറയുക. അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ വൻ വിജയമായിരിക്കും. കാരണം ആരോടെങ്കിലും ഒരാളോട് എനിക്ക് വെറുപ്പുള്ളിൽ കയറിപ്പോയാൽ എനിക്ക് ഈ ലോകത്ത് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പുള്ള സ്ഥലത്ത് സ്നേഹത്തിന് സ്ഥാനമില്ല. ഇപ്പോൾ വരുന്നൊരു വാർത്ത ചാലക്കുടിയിൽ പിരിശപ്പൊന്നാരെ ആറ്റക്കരളെ കൽവൊന്നു കണ്ടോളി നെഞ്ചിലെ അരിശം കളഞ്ഞ് മുഹബത്തിൻ മുറ്റത്ത് ഒന്നിങ്ങ് വന്നോളി എന്റെ മാരിയൻ ജോസഫ്, ഒന്നിഞ്ഞ് വന്നോളി. ഇല്ലാമനം തന്നിൽ വമയല്ലാതൊരു ഇൻസില്ലിത് ഹക്കൊന്നറിഞ്ഞോളി. ആരോ ഫസാദ് പറഞ്ഞത് കേട്ടാണു നീ ഞങ്ങളുടെ മരിയ ചേച്ചിയെ തല്ലിയത് ശരിയാണോ? നമുക്കറിയത്തില്ല ശരിയാണോ. ഞാനിപ്പോൾ ഈ അവസരത്തെ ആലോചിച്ച് പോയതേ, ഫാദർ സുലൈമാനെ ഒരുപാട് കാലം നമ്മുടെ സഭകളൊക്കെ കൊണ്ട് നടന്ന് ആഘോഷിച്ചു അല്ലേ, ആഘോഷിച്ചു. അങ്ങനെ അവസാനം ഇവരുടെ ആഘോഷവും സന്തോഷത്തിനും പ്രേരിതമായി അവസാനം മരിയ ജോസഫ് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് എവിടെയെങ്കിലും 1/2 ഇഞ്ച് ഭൂമി കൊടുത്താൽ പിന്നെ അവർ കൂട്ടമായിട്ട് അവിടെ വന്ന് താമസിക്കും, അവിടെ പള്ളി വെക്കും, പിന്നെ ഇവരുടെ അധീനതയിലായി പ്രദേശം മാറുമെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അവസാനം മരിയ ജോസഫിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ സ്വന്തം വീട്ടിൽ 4 ഇഞ്ച് ഭൂമിയില്ല. പെണ്ണുമ്പോഴുടെ തലക്ക് TV കൊണ്ട് അടിച്ചല്ലേ. പിന്നെ ഇതൊന്നും കൂടുതൽ ആഘോഷമാക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കുടുംബമല്ലേ, എല്ലാവരുടെയും കുടുംബത്തും പ്രശ്നം ഉണ്ടാവും, അടിയിടിയും വഴക്കൊക്കെ ഉണ്ടാവും, ഭാര്യയും ഭർത്താവും തമ്മിൽ. അങ്ങനെ മനുഷ്യനല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ മോട്ടിവേഷൻ കണ്ടിട്ട് ആരും വഞ്ചിതരാകണ്ട. പകലും മുഴുവനും മോട്ടിവേഷൻ, രാത്രി മുഴുവനും ഡിപ്രഷനുമാണ്. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കുടുംബകലഹമാണ്, സ്വാഭാവികമാണ്, ഒക്കെ സംഭവിക്കും. പക്ഷേ
നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വിഭാഗത്തുള്ള അന്ധമായ വെറി കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൻ്റെയൊക്കെ അവസാനത്തെ ഗതി ഇങ്ങനെയാണ്. ഈ മരിയൻ ജോസഫിൻ്റെ ഈ കേസ് പുറത്തേക്ക് വന്നപ്പോൾ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ചിരിച്ചു. എന്താ അറിയാം, അല്ലെങ്കിൽ തന്നെ തീവ്രവാദ മതത്തിൽ നിന്ന് വന്നല്ലേ ആ തീവ്ര സ്വഭാവം കാണുമെന്ന്. ഇവിടെ ഈ തീവ്രവാദിനെയാണ് നീയൊക്കെ കൊണ്ടു നടന്ന് ഇതിൻ്റെയൊക്കെ മതം വളർത്താൻ നോക്കിയത്. സ്റ്റേജിൽ മുഴുവനും ഫാദർ സുലൈമാൻ, ഇസ്ലാമിൽ നിന്ന് വന്ന ഫാദർ സുലൈമാൻ ഖുർആൻ വായിച്ചപ്പോൾ അതിനകത്ത് ഖുർആനിൽ ചോദ്യം വന്നു, ഈസാ നബി ആരാണെന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളുലച്ചു. അവസാനം ചോദിച്ചു നടന്നപ്പോൾ അവസാനം കിട്ടി അത് മഹാനായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഞാൻ യേശുവിൻ്റെ അഭയം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിച്ച ഫാദർ സുലൈമാന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായ. ഇപ്പൊ ഫാദർ സുലൈമാന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രകാരം അവർ മുസ്ലിമീങ്ങൾക്ക് ഒരു ഇഞ്ച് ഭൂമി കൊടുക്കരുത്, 1/2 ഇഞ്ച് ഭൂമി കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ 1/4 ഇഞ്ച് ഭൂമി സ്വന്തം വീട്ടിലില്ല. അതാണ് പാട്ടിലൂടെ ഞാൻ ചോദിച്ചത്, ആരോ ഫസാദ് പറഞ്ഞത് കേട്ടാണു, നീ ഞങ്ങളുടെ ജിജോ ചേച്ചിയെ തല്ലിയത് ശരിയാണു. അപ്പൊ നടക്കട്ടെ, പൂരം നടക്കട്ടെ, ഇവിടെ നടക്കട്ടെ പോട്ടെ അല്ലേ. അപ്പൊ നിങ്ങൾ ഉസ്താദ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നല്ല കിടുക്കാച്ചി കിണ്ണം കാച്ചിയ മറുപടി അല്ലേ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തത്. അപ്പൊ എന്താണ് ഈ സുലൈമാൻ എന്ന് പറയുന്നവൻ മാരിയോ ജോസഫിലേക്ക് മാറാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം മതത്തിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും ഒന്നും നടത്താൻ അവർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഫ്രോഡ് സാധനം സഹോദരിയെ വിവാഹം ചെയ്ത് മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കൊടുത്ത് ഇങ്ങനെ കറങ്ങി ലോകം മുഴുവൻ നടന്ന് അവിടുന്നൊക്കെ പണം സമ്പാദിച്ച് ഇവനൊരു ട്രസ്റ്റ് ഉണ്ട് കേരളത്തിൽ. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇവന്റെ ഈ ട്രസ്റ്റിലേക്ക് ഞാനൊന്ന് വിളിച്ചിരുന്നു ഫോണിൽ. കാരണം എനിക്ക് ഇവനെ മെയിനായിട്ട് കിട്ടാൻ ഞാൻ ആ ഒരു ഇന്റർവ്യൂ കണ്ടതുകൊണ്ട്, അതായത് മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവന്റെ ട്രസ്റ്റിലേക്ക് ഞാനൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു സഹോദരിയാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് മാരിയോയുടെ നമ്പർ ആണല്ലോ, ഫാദർ മാരിയോയുടെ നമ്പർ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഓഫീസ് നമ്പർ ആണെന്ന്. അപ്പം പക്ഷേ ഇവന്റെ നമ്പറായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് കോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വെക്കും. അതായത് അവർക്ക് പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവരത് അറ്റൻഡ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഫോൺ എടുക്കുന്നത്. അപ്പം ഇതുപോലെ ട്രസ്റ്റ് ഒക്കെ നടത്തി അതിലൂടെ ധാരാളം പണമൊക്കെ സമ്പാദിച്ചിങ്ങനെ സുഖിച്ച് അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നേരമാണ് ദൈവം തമ്പുരാൻ്റെ ആ ഒരു 8ന്റെ പണി കിട്ടുന്നത്. കാരണം ഇവൻ പോകുമ്പോൾ ഇവന്റെ മാതാപിതാക്കൾ ഒരുപാട് വിഷമിപ്പിക്കുകയും ആ സമുദായത്തിൽ ജനിച്ചു വന്നിട്ട് ആ സമുദായത്തെക്കുറിച്ച് തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാസായ്ക്ക് വേണ്ടി പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചോണം, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത്. അത് ഇവിടെ വെച്ച് തന്നെ കിട്ടും. പണ്ടൊക്കെ പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉടനെ തന്നെ അങ്ങ് കൊടുത്തേക്കുക, ദൈവം ഭൂമി വെച്ച് തന്നെ കൊടുത്തേക്കുക. അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ആ സഹോദരിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്ന ഈ നായ്ക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാറും കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഉസ്താദിന് തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.